നിത്യസിദ്ധിയുമുള്ളവരുമായ വ്യക്തികൾ അവയെ ശ്രവിക്കുകയും പ്രകീർത്തിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. പ്രണാമ ഹരേ മാതാജി. കൃഷ്ണ ഹരേ മാതാജി, കൃഷ്ണ. ഞാൻ വായിക്കട്ടെ. അടുത്തത് നൈഷ്കർമ്മ്യമപ്യച്യുതഭാവവർജിതം ന ശോഭതേ ജ്ഞാനമലം നിരഞ്ജനം കുതഃ പുനഃ ശശ്വത ഭദ്രമീശ്വരേണ ചാർപ്പിതം കർമ്മ യദപ്യകാരണം. ഹരേ കൃഷ്ണ. വിവർത്തനല്ലേ മാതാജി? വിവർത്തനം ശ്രീല പ്രഭുവാദിക്കീറ്റെ. ആത്മസാക്ഷാത്കാര ജ്ഞാനം സർവഭൗതിക ആസക്തികളിൽ നിന്നും മുക്തമാണെന്നിരിക്കലും അതിൽ അച്യുതനായ ഭഗവാനെ സംബന്ധിച്ച് ലവലേശം ധാരണ പോലുമില്ലെങ്കിൽ അത് ശോഭിക്കുകയില്ല. അതങ്ങനെയെങ്കിൽ പ്രകൃത്യാ തന്നെ ആരംഭം മുതൽ വേദനാജനകവും സ്വഭാവരീത്യാ ക്ഷണികവുമായ കാമ്യകർമ്മങ്ങളെ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിനായി വിനിയോഗിക്കാത്ത പക്ഷം അവയാൽ എന്തു പ്രയോജനമാണുള്ളത്? ഹരേ കൃഷ്ണ മാതാജി. പ്രണാമ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം. പ്രണാമം മാതാജി. എല്ലാവർക്കും ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാമ മാതാജി. ഹരേ കൃഷ്ണ. പ്രണാമ മാതാജി. എല്ലാവർക്കും ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. സപ്രായേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. മുഖം കരോതി വാചാലം ഭംഗം ലംഘയതേ ഗിരിം വിക്രമാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം പരമാനന്ദമാധവം. ജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിനിധി നാമിനെ നമാചാര്യപാദായ നിരാകൃതപ്രദായിനെ ഗൗരവധാമതായ നഗരഗ്രാമതാരിണെ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണെ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണെ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ മന്ദിർ റിസ്കോൺ മംഗലാപുരത്തിന്റെ ഷോർട്ട് ഭാഗവതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. നമ്മൾ ഇന്നലെ 16-ാമത്തെ ശ്ലോകത്തിന്റെയാണ് വായിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അതില് കർണനെ കുറിച്ചാണ് അല്ലെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കർണൻ. കർണന്റെ നമ്മള് ഞാനിത് അയച്ചിരുന്നു. കർണന്റെ കുറെ അധികം പേരുകളുണ്ട്. പേര് പറഞ്ഞുതരാന്ന് പറഞ്ഞു. ഞാൻ അയച്ചിരുന്നു, നിങ്ങൾ ആരും നോക്കിയില്ല. ലിങ്ക് ഇട്ടിരുന്നതിന്റെ. അപ്പൊ വസുസേന വസുസേന എന്നുള്ളതായിരുന്നു ശരിയായിട്ടുള്ള പേര്. എന്റെ വളർത്തു മാതാപിതാക്കൾ ഇട്ട പേര്. പിന്നെ രാധേയൻ എന്ന് പറഞ്ഞു, രാധയുടെ മകനായതുകൊണ്ട്. രാധയാണല്ല വളർത്തു അമ്മ അല്ലെ. പിന്നെ അംഗരാജ് എന്നുള്ള പേര് അംഗരാജ്യത്തിലെ ബീഹാർ തുടങ്ങിയ പ്രദേശങ്ങളിലെ ഭരണാധികാരിയായിട്ട് ദുര്യോധനൻ ആക്കിയപ്പോൾ ഉള്ള പേര്. അങ്ങനെ ആ പേര്. പിന്നെ സൂര്യപുത്രൻ, സൂര്യന്റെ മകനായിട്ടാണല്ലോ ജനിച്ചത് അല്ലെ. അത് കാരണം സൂര്യപുത്രൻ എന്നും. പിന്നെ രവി അത് വരുന്നുണ്ട്. രവി സുന്നു എന്നും വരുന്നു. രവി അതും എന്താണ് സൂര്യന്റെ പുത്രൻ എന്നുള്ള പേര് തന്നെയാണ്. അർക്കപുത്രൻ, അർക്കൻ എന്ന് പറയുന്നത് സൂര്യൻ തന്നെയാണ്. അർക്കപുത്രൻ. അപ്പൊ സൂര്യന്റെ പേരുമായിട്ട് ബന്ധപ്പെട്ട്, സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട് സൂര്യപുത്രൻ എന്ന അർക്കപുത്രൻ അല്ലെങ്കിൽ രവി സൂനു. സൂനു എന്ന് വെച്ചാൽ മകൻ എന്നുള്ളത്.
പിന്നെ വൈകർത്തന അല്ലെ. അപ്പൊ അവിടെ എന്താണ് ഈ കുണ്ടലവും അല്ലെ, ദാനം ചെയ്തു. ഇതാണ് കർണാഭരണം അല്ലെ, കവചകുണ്ടലം. കവചകുണ്ടലം. കവചകുണ്ടലം ദാനം ചെയ്തത് കൊണ്ട് കർണൻ എന്നുള്ള പേരെന്താണ്? കുണ്ടലത്തോടു കൂടി അല്ലെ, ചെവിയില് കുണ്ടലത്തോടു കൂടി ജനിച്ചത് കൊണ്ടാണ് കർണൻ എന്ന പേര് വന്നത്. കർണം എന്ന് വെച്ചാൽ എന്താണ്? ചെവി അല്ലെ. അതുകൊണ്ടാണ് കർണൻ എന്നുള്ള പേര് വന്ന്. പിന്നെ വൈകർത്തന എന്ന് വെച്ചാല് ജനിച്ചപ്പോഴുള്ള ഈ ഏതാണ് കവചവും കുണ്ടലവും എല്ലാം അറുത്ത് മുറിച്ച് കൊടുത്തോണ്ട് അല്ലെ, അറുത്ത് മുറിച്ചാ കൊടുത്തത് അല്ലെ. അപ്പൊ ശരീരത്തിന്റെ ഭാഗമായിരുന്നതിന് അറുത്ത് മുറിച്ച് കൊടുക്കുക എത്ര ഭീകര വേദന ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അല്ലെ. പിന്നെ വരുന്ന വൃഷ എന്നുള്ള പേര് വരുന്നു, എന്ന് വെച്ചാൽ സത്യം മാത്രം സംസാരിക്കുന്നത്. അതേപോലെ തന്നെ ബ്രാഹ്മണരോട് അവർക്ക് ധാരാളമായിട്ട് അവരെ ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട്, പിന്നെ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് വൃഷ എന്നുള്ള പേര് വന്നു. പിന്നെ ദാനവീര് അല്ലെങ്കിൽ ദാനശൂരൻ എന്നുള്ള പേര്, അതെന്താണ്? ദാനം ഒരുപാട് ചെയ്യുന്നത് കൊണ്ട്. പിന്നെ കൗന്ദേയൻ, കുന്തിസുത എന്നുള്ള പേര്, കുന്തിയുടെ യഥാർത്ഥത്തിൽ കുന്തിയുടെ മകനാണല്ലോ അല്ലെ. അതുകൊണ്ട് കൗന്ദേയൻ എന്നും കുന്തിസുതനെ, സാധാരണ നമ്മൾ കൗന്ദേയൻ ആരെയാണ്? അർജുനനാണ് വിളിക്കുന്നത് അല്ലെ. അർജുനനെ ഭഗവാൻ അഭിസംബോധന ചെയ്യുന്നതാണ് കൗന്ദേയൻ എന്ന്. കുന്തിസുതൻ എന്നുള്ളത് യഥാർത്ഥത്തിൽ കുന്തിയുടെ മകനായതുകൊണ്ട് അങ്ങനെയും വിളിക്കുന്നു. പാണ്ഡവരുടെ മൂത്ത മകനായതുകൊണ്ട്, പാണ്ഡവരിൽ മൂത്തവനായതുകൊണ്ട്. പിന്നെ അതിരഥി എന്ന് വെച്ചാൽ അതിരഥന്റെ മകനായതുകൊണ്ട്. സൂതനാണ് അല്ലെ. ആരാണ്? അതിരഥൻ സൂതനാണ്. എന്താണ്? പേരൊക്കെ ഉണ്ടാക്കുന്നതും തേരാളി എന്നുള്ള പേര് ആയതുകൊണ്ട്, ചാരിയറ്റർ അല്ലെ, തേരാളി ആയതുകൊണ്ട് അങ്ങനെ വിളിക്കുന്നുണ്ട്. അതിരഥന്റെ മകനായതുകൊണ്ട് അതിരഥി എന്നും സുതസൂത എന്നും. പിന്നെ ഏത് പേരാണ്? രാശ്മിരഥി എന്നുള്ള പേര് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാല് വളരെ വേഗത്തില് ചാരിയറ്റ് രഥം ഓടിക്കാനായിട്ടുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഏതിന്റെ വേഗതയില്? പിന്നെ പ്രകാശത്തിന്റെ വേഗതയിൽ, എന്നുവെച്ചാൽ വളരെ സ്പീഡിൽ രഥം ഓടിക്കാനായിട്ട്. അതുകൊണ്ട് ആ പേര് വിടുന്നുണ്ട്. പിന്നെ വിജയരഥി എന്നാണ് വേറൊരു പേര്. കൊളുത്ത ശക്തി എന്നുള്ള ആയുധത്തിന്റെ പേര് വിജയ എന്നുള്ളതാണ്. പരശുരാമൻ നൽകിയ ആയുധം. ശക്തി എന്ന് നമ്മൾ ഇന്നലെ പഠിച്ചില്ലേ, അതായത് എപ്പോഴും വിജയം നേടാൻ സഹായിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് വിജയധാരി, രവി എന്നല്ല ധാരി, ധാരി എന്ന് വെച്ചാൽ ധരിക്കുക അല്ലെ. അപ്പൊ വിജയ എന്നുള്ള അശക്തിമത്തായ ആയുധം ധരിച്ചയാൾ, അതാണ് വിജയധാരി എന്നുള്ളത്. പിന്നെ പരശുരാമ ശിഷ്യ എന്ന് പറയുന്നു, പരശുരാമ ശിഷ്യ. പിന്നെ ഏതാണ്? ചമ്പനരേഷ് എന്നുള്ള ചമ്പ രാജ്യമാണ്. ചമ്പ എന്നുള്ള പറയുന്നതാണ് ഈ അംഗരാജ്യം. ചമ്പ എന്നുള്ള പ്രദേശത്ത് വരുന്നതാണ്. അപ്പൊ ചമ്പ അധിപൻ എന്നുള്ള ചമ്പാധീപ അല്ലെങ്കിൽ ചമ്പ നരേഷ് എന്നാണ്. ചമ്പ നരേഷ് എന്ന് വെച്ചാൽ ഭരണാധികാരി. അപ്പൊ ചമ്പയുടെ ഭരണാധികാരി ചമ്പ നരേഷ് അല്ലെങ്കിൽ ചമ്പ അധിപ എന്നുള്ള പേര്, അധിപൻ. അപ്പൊ ഇങ്ങനെ ധാരാളം പേരുണ്ട്. അപ്പൊ ചരിത്രത്തിൽ രാധയെ നേരത്തെ പറഞ്ഞു. അപ്പൊ ചരിത്രത്തില് കർണനെ എപ്പോഴും നമ്മളൊരു ദുഷ്ട കഥാപാത്രമായിട്ട് കാണുന്നു അല്ലെ. പക്ഷെ യഥാർത്ഥത്തിൽ ആ കർണന്റെ ചരിത്രം എന്ന് പറയുന്നത് എല്ലാവർക്കും സങ്കടം തോന്നുന്ന ചരിത്രമാണ് അല്ലെ. ഒരു രാജകുടുംബത്തിലെ അംഗമായിട്ട് ജനിച്ച ആള് ഒരു തേരാളിയുടെ മകനായിട്ട് വളരുകയും വളരെയധികം അപമാനങ്ങൾ സഹിക്കേണ്ടി വരികയും ചെയ്ത ഒരു കഥാപാത്രമാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കൂട്ടത്തിലും അങ്ങനെ ഒരുപാട് അല്ലെ മനുഷ്യർ ഒരുപാടുണ്ട്. ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ഓരോ ഉദാഹരണമാണ് അല്ലെ. നമ്മുടെ ഈ സമൂഹത്തിലെ ഓരോരോ ഉദാഹരണങ്ങളാണ് ഈ മഹാഭാരതത്തിലെ എല്ലാ കഥാപാത്രങ്ങളും എന്നാണ്. കർണൻ അതേപോലുള്ള ഒരു പ്രധാന കഥാപാത്രം. അപ്പൊ ഇതേപോലെ ദുരിതങ്ങൾ അനുഭവിക്കാനായിട്ട് ജനിച്ച ഒരാളായിട്ട് അല്ലെ അപമാനങ്ങൾ ഒരുപാട് സഹിക്കേണ്ടി വന്ന് ധർമ്മത്തിൽ വിശ്വസിക്കുന്നയാൾ അധർമ്മികളുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കേണ്ടി വന്നു അല്ലെ.
അപ്പൊ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യേണ്ടി വന്നു. അപ്പൊ അങ്ങനെ വരുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ മനുഷ്യ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാണ് കർണന്റെ കഥാപാത്രം. ഹരേ കൃഷ്ണ. അപ്പൊ സദാ ഭീഷ്മരുമായിട്ട് വിയോജിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഭീഷ്മർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. എന്നാലും എന്താണ്, അർജുനനൊരു അതാണ് അർജുനനെ വെല്ലുവിളിക്കുന്ന ഒരാളായിട്ട് മാറുമെന്ന് അറിഞ്ഞത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, കർണനെ പലപ്പോഴും അറിഞ്ഞുകൊണ്ട് തന്നെ അകറ്റി നിർത്തിയിരിക്കുകയായിരുന്നു ചെയ്തത്. അപ്പൊ ഇവിടെ പിന്നെ കർണൻ പറയുന്നു, ഭീഷ്മർ തന്റെ പദ്ധതികളിൽ ഇടപെടാതിരുന്നെങ്കിൽ പാണ്ഡവരെ മുഴുവൻ 5 ദിവസത്തിനുള്ളിൽ താൻ ഇല്ലാതാക്കുമായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. കർണനെ മാറ്റി നിർത്തിയില്ലേ, യുദ്ധത്തിൽ പങ്കെടുക്കണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ പങ്കെടുത്താല് താൻ യുദ്ധത്തിൽ പങ്കെടുക്കില്ല എന്ന് ഭീഷ്മർ പറഞ്ഞത് കാരണം എന്ത് ചെയ്തു, കർണനെ മാറ്റി നിർത്തേണ്ടി വന്നു. അപ്പൊ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഭീഷ്മർ എപ്പോഴും പാണ്ഡവരെ സംരക്ഷിക്കുന്ന തരത്തിലാണ് യുദ്ധം ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് കർണൻ പറയുന്നത്, എന്നെ ഭീഷ്മർ ഇടപെടാതിരുന്നെങ്കിൽ 5 ദിവസത്തിനുള്ളിൽ എല്ലാവരെയും എന്ത് ചെയ്തേനെ, ഇല്ലായ്മ ചെയ്തേനെ എന്ന് വീമ്പിളക്കിയിരുന്നു എന്ന് പറയുന്നു. കാരണം എന്താണ്, വീമ്പിളക്കുക എന്നുള്ള ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചത് എന്തുകൊണ്ടാണ്? ഭഗവാൻ മറുപക്ഷത്തുള്ളപ്പോ ഒരിക്കലും കർണന് അവരെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല അല്ലെ, അതൊരു വസ്തുതയാണ്. അതുകൊണ്ടാണ് ഇവിടെ വീമ്പിളക്കി എന്നുള്ള വാക്ക് പറയുന്നത്. എന്നാൽ ഭീഷ്മർ അന്ത്യശ്വാസം വലിച്ചപ്പോൾ കർണൻ അതിയായി വ്യസനിച്ചു. ദേവേന്ദ്രനിൽ നിന്ന് ലഭിച്ച ശക്തി ആയുധം എന്തിനു വേണ്ടിയിട്ട്, ഘടോത്കജനെ വധിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു അല്ലെ. അങ്ങനെ എന്ത് ചെയ്തു എന്ന് പറയുന്ന, അങ്ങനെ അവസാനം കർണന് അർജുനൻ എന്ത് ചെയ്തു, വധിക്കുന്ന കാര്യമൊക്കെ ഇന്നലെ നമ്മൾ പറഞ്ഞതാണ് അല്ലെ. നപ്താവ് അഥവാ ഭൂരിശ്രവസ് എന്നുള്ളതാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം. കുരുകുലത്തിലെ അംഗമായ സോമദത്തന്റെ പുത്രനാണ് ഭൂരിശ്രവസ്. അദ്ദേഹത്തിന്റെ ഭ്രാതാവാണ് ശല്യർ. ശല്യർ ആരാണ്? അമ്മാവനായിട്ട് വരുന്നത് അല്ലെ. ഇരു ഭ്രാതാക്കളും പിതാവും ദ്രൗപദിയുടെ സ്വയംവരത്തിൽ പങ്കെടുത്തിരുന്നു. ഭഗവാന്റെ ഭക്തമിത്രമാകയാൽ അർജുനന്റെ ആശ്ചര്യകരമായ ശക്തിയെ അവരെല്ലാവരും അഭിനന്ദിച്ചിരുന്നു. ആകയാൽ ധൃതരാഷ്ട്രപുത്രരോട് അവരുമായി ഏതൊരു വിധത്തിലുള്ള ഉണ്ടാക്കരുതെന്ന് ഭൂരിശ്രവസ് ഉപദേശിച്ചിരുന്നു. അവരെല്ലാം മഹാരാജാവ് യുധിഷ്ഠിരന്റെ രാജസൂയ യജ്ഞത്തിൽ പങ്കെടുത്തിരുന്നു. കാലാൽപ്പട, അശ്വസേന, ഗജസേന, തേര് എന്നിവയുടെ ഒരു അക്ഷൗണി സൈന്യദളം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് നമ്മൾ അക്ഷൗണി എത്രയാണ് പഠിച്ചിരുന്നത് അല്ലെ. 20 നമ്മൾ പറഞ്ഞത് 21,871 അല്ലെ. അതാണ് ഒരു ചാരിയറ്റ്. അതേപോലെ വരുന്നതാണ് ആനപ്പട. അതിന്റെ 3 ഇരട്ടി ഏത് വരും, കുതിരപ്പട വരും. അതിന്റെ 5 ഇരട്ടി രഥങ്ങൾ. അതിന്റെ 5 ഇരട്ടി ഏത് വരുന്നുണ്ട്, കാലാൾപ്പട, കുതിരപ്പട. അപ്പൊ 1:1:1:3:5 അത് നോക്കിയാൽ മതി. അത്രയാണ് ഒരു അക്ഷൗണി. അങ്ങനെ എന്താണ്, ആ ഒരു അക്ഷൗണിയുടെ അധിപനാണ് ആരായിട്ട് വരുന്നത്, മഹാരഥനായിട്ട് വരുന്നു ആരാ, ഭൂരിശ്രവസ് എന്നുള്ളതാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ അവ എന്ത് ചെയ്തു, ദുര്യോധന പക്ഷത്ത് നിന്നുകൊണ്ട് പൊരുതി. അപ്പൊ ഇവിടെ എന്താണ്, ദുര്യോധനന്റെ അവിടെ അധർമ്മിയുടെ പക്ഷം ചേരാനായിട്ട് അദ്ദേഹവും നിർബന്ധിതനായി എന്നുള്ളതാ പറയുന്നത്. പാണ്ഡവരുടെ എല്ലാ നല്ല സംരംഭങ്ങളിലും അതിന്റെ ചടങ്ങുകളിലും ഒക്കെ പങ്കെടുത്തിരുന്ന ആളാണ്. പക്ഷെ യുദ്ധം വന്നപ്പോ ആരുടെ പക്ഷത്ത് ചേരേണ്ടി വന്നു, ദുര്യോധന പക്ഷത്ത് ചേരേണ്ടി വന്നു. യൂഥപതിമാരിൽ ഒരാളായി ഭീമസേനൻ അദ്ദേഹത്തെ ഗണിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ യൂഥപതി എന്ന് പറയുന്നത് എന്തായിട്ടാണ് വരുന്നത്, ഈ യുദ്ധത്തിൽ ഒരു വിഭാഗത്തിന്റെ അധിപനായിട്ട് വരുന്നത്. അങ്ങനെ ഒരാളായിട്ട് അധിപനായിട്ട് ആരെ കണക്കാക്കിയിരുന്നു, ഈ കർണനല്ല, നമ്മളിപ്പോ ഭൂരിശ്രവസിനെ കുറിച്ചാണ് പറയുന്നത്. ഭൂരിശ്രവസിനെ കുറിച്ചാണ് പറയുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ അദ്ദേഹം വിശേഷിച്ച് സാത്വികയുമായി ഏറ്റുമുട്ടുകയും സാത്വികയുടെ 10 പുത്രന്മാർ, സാത്വിക ആരുടെ പക്ഷത്താണ്, പാണ്ഡവ പക്ഷത്താണ്. അപ്പൊ അദ്ദേഹവുമായി ഏറ്റുമുട്ടി സാത്വികയുടെ 10 പുത്രന്മാരെ വധിക്കുകയും ചെയ്തു. പിന്നീട് അർജുനൻ അദ്ദേഹത്തിന്റെ കരങ്ങൾ ഛേദിക്കുകയും അന്ത്യത്തിൽ സാത്വികി അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു. അപ്പൊ 10 പുത്രന്മാര് നഷ്ടപ്പെട്ട സാത്വികി എന്ത് ചെയ്തു,
ഇദ്ദേഹത്തെ ഭൂരിശ്രവസിന് വധിക്കുകയാണ് ചെയ്തത്. മൃത്യുവിന് ശേഷം അദ്ദേഹം വിശ്വദേവന്റെ അസ്തിത്വത്തിൽ വിലയം പ്രാപിച്ചു. ഭഗവാനെ നേരിട്ട് കണ്ട് യുദ്ധത്തിൽ എന്താണ് വീരമൃത്യു വരിക്കുന്നവർക്കെല്ലാം ഭഗവാന് ലയിക്കാനായിട്ട് സാധിക്കും. ഹരേ കൃഷ്ണ. ത്രിഗർത്തൻ അഥവാ സുശർമാവ്. അപ്പൊ ത്രിഗർത്തൻ എന്ന് പറയുന്ന 3 ഗർത്തങ്ങളുടെ, അതായത് സിന്ധു നദിയുടെ പോഷക നദികളായ ഏതൊക്കെ വരുന്ന ബിയാസ്, സത്ലജ്, ഫലം, ചീനാവ്, രവി, ബിയ, സത്ലജ്. അതിൽ അവസാനത്തെ 3 രവി, ബിയാസ്, സത്ലജ് 3 നദികളുടെ അതിന്റെ ഇടയ്ക്ക് വരുന്ന ഗർത്തങ്ങളാണ് അല്ലെ. ആ ഗർത്തങ്ങളുടെ ആ പ്രദേശങ്ങളുടെ അതൊക്കെ ഫലഭൂയിഷ്ടമായ പ്രദേശമാണ്. അവിടുത്തെ അധിപനായിരുന്നു സുദർശൻ മാവ് എന്നുള്ളതാണ്. അപ്പൊ ആ പ്രദേശത്തിന് വൃദ്ധക്ഷേത്ര മഹാരാജാവിന്റെ പുത്രനാണ് ഇദ്ദേഹം. അപ്പൊ ത്രിഗർത്ത അവിടുത്തെ യഥാർത്ഥ രാജാവ് ആരായിരുന്നു? വൃദ്ധക്ഷേത്ര എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം ഇവിടെ ഈ ത്രിഗർത്തത്തിന്റെ രാജാവായിട്ട് മാറുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ത്രിഗർത്തൻ, ആ പ്രദേശത്തിന്റെ ഭരണാധികാരി എന്നുള്ള പേര് കിട്ടി. ശരിയായിട്ടുള്ള പേര് സുദർശർമാവ് എന്നാണ്. സുദർശർമാവ് ദ്രൗപദിയുടെ സ്വയംവര ചടങ്ങിൽ അദ്ദേഹവും പങ്കെടുത്തിരുന്നു. ദുര്യോധനന്റെ സഖ്യ രാജാക്കന്മാരിൽ ഒരാളായിരുന്ന അദ്ദേഹം മത്സ്യദേശത്തെ ദർഭാംഗ ആക്രമിക്കാൻ ദുര്യോധനെ ഉപദേശിച്ചു. അപ്പൊ മത്സ്യരാജ്യം വിരാട് നഗരം, അപ്പൊ വിരാട് രാജ്യമാണ്. അപ്പൊ ആ വിരാട് രാജ്യത്തെ ആക്രമിക്കാനായിട്ട് ഉപദേശിച്ചു. അപ്പൊ എന്താണ് ഇദ്ദേഹം ശരിക്കും കൗരവപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ട് അപ്പൊ അറിയപ്പെടുന്നു അല്ലെ. അപ്പൊ ഈ മഹാഭാരത യുദ്ധം എന്ന് പറയുമ്പോ ഇന്ത്യയിലെ മിക്ക പ്രദേശങ്ങളിലും രാജാക്കന്മാരും നേരിട്ടോ അല്ലാതെ ഇതില് പങ്കെടുത്തു. അതുകൊണ്ടാണ് മഹാഭാരതം എന്നുള്ള പേര് തന്നെ യുദ്ധത്തിന് വരുന്നത്. അപ്പൊ വിരാട് നഗരത്തെ ഗോക്കളെ അപഹരിക്കുന്ന വേളയിൽ വിരാട് മഹാരാജാവിനെ ബന്ധിയാക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു. എന്നാൽ പിന്നീട് ഭീമസേനൻ വിരാട് മഹാരാജാവിനെ സ്വതന്ത്രനാക്കി. അപ്പം അതിൽ നമ്മൾ പഠിച്ച ഉത്തരനാണ് സേനയെ നയിക്കേണ്ടി വന്നത് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ തേരാളിയായിട്ടാണ് ആര് പോകുന്നത്? അർജുനൻ പോകുന്നത് അല്ലെ. എന്താ പേര് പറഞ്ഞ? ബൃഹന്തള അല്ലെ. അപ്പൊ ബൃഹന്നള എന്നാണ് പേര്. BRIN DN ആണ് അവിടെ വരുന്നത്. ബൃഹന്നള എന്നാണ്. അപ്പൊ അങ്ങനെ വരുന്നു. അപ്പൊ എന്താണ് തേരാളിയായിട്ട് പോയിട്ട് എന്ത് ചെയ്തു? ഈ ദിവ്യ ആയുധങ്ങളെല്ലാം വീണ്ടെടുക്കുകയും അങ്ങനെയാണ് അർജുനൻ എന്ത് ചെയ്തത്? ഈ യുദ്ധത്തില് വിരാട് രാജ്യത്തെ രക്ഷിച്ചത്, സംരക്ഷിച്ചത്. അപ്പൊ ഈ യുദ്ധത്തില് അദ്ദേഹം വിരാട് രാജാവിനെതിരായിട്ട് ഓരോന്നിളക്കി വിട്ടെങ്കിൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ അദ്ദേഹം ധീരമായി പോരാടി ഒടുവിൽ അർജുനനാൽ വധിക്കപ്പെട്ടു. അതാണ് ആരുടെ ജീവിതം എന്ന് പറയുന്ന ത്രിഗർത്തൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സുശർമാവ് അല്ലെ. സുശർമാവിന്റെ ജീവിതം. അപ്പൊ ഓരോരുത്തരും ഒരു പുതിയ കഥാപാത്രം വന്നതുകൊണ്ടാണ് പ്രഭാതർ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. അടുത്ത് പ്രധാനിയായി ജയദ്രഥൻ വരുന്നു അല്ലെ. അപ്പൊ വൃദ്ധക്ഷേത്ര മഹാരാജാവിന്റെ മറ്റൊരു പുത്രനാണ് സിന്ധു ദേശത്തെ, ഇന്നത്തെ ഇന്ത്യ പാകിസ്ഥാനിലെ രാജാവായ ജയദ്രഥൻ. അപ്പൊ ആരുടെ സഹോദരനായിട്ടാണ് വരുന്നത്? സുശർമാവിന്റെ സഹോദരനായിട്ടാണ് ജയദ്രഥൻ വരുന്നത്. സിന്ധ് പ്രദേശത്തിന്റെ അധിപനായിരുന്നു. ഇദ്ദേഹത്തിന്റെ പത്നിയാണ് ദുശള. ഒറ്റ സഹോദരിയാണ്. 100 പേർക്കുള്ള ഒറ്റ സഹോദരിയാണ്. ദ്രൗപദിയുടെ സ്വയംവരത്തിൽ ഇദ്ദേഹവും പങ്കെടുത്തിരുന്നു. ദ്രൗപദിയെ പാണിഗ്രഹണം ചെയ്യാൻ ഇദ്ദേഹം അതിയായും ആഗ്രഹിച്ചിരുന്നു. ജയദ്രഥനും ആഗ്രഹിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ എന്നുവെച്ചാൽ ദ്രൗപദി അത്ര സുന്ദരിയായിരുന്നു അല്ലെ. അപ്പൊ ഏതിൽ നിന്ന് ഉയർന്നു വന്നതാണ്? അഗ്നികുണ്ഡത്തിൽ നിന്ന് ഉയർന്നു വന്ന ആളാണ് അല്ലെ. അപ്പൊ ഭയങ്കര സുന്ദരിയായിരുന്നു. അതുകൊണ്ട് ആര് കണ്ടാലും എന്ത് ചെയ്യുന്നു? ഈവൻ ആരൊക്കെയാണ്? ശകുനി ഇവരെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യാണ് പാഞ്ചാലിയുടെ സൗന്ദര്യത്തെ കുറിച്ച്. ശകുനി, ദുശാസനൻ ഇവരെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കർണൻ, എല്ലാവരും. അപ്പൊ കർണന് വേണ്ടിയിട്ട് ആദ്യം ദുര്യോധനന് വേണ്ടിയിട്ടായിരുന്നു കർണൻ ഈ മത്സ്യത്തിന്റെ കണ്ണിൽ അമ്പെയ്യാമെന്ന് ഏറ്റത്. അത് ശകുനി നിർദ്ദേശിച്ചിട്ടാണ്.
പക്ഷെ അവസാനം എന്ത് ചെയ്തു? പിന്നെ പാഞ്ചാല രാജാവ് അത് സമ്മതിച്ചില്ല അല്ലെ. ഒരാളിന് വേണ്ടി വേറൊരാൾ അങ്ങനെ ഇത് വിജയം വരിച്ചിട്ട് കല്യാണം വേണ്ട, സാധിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്താ ദുര്യോധനൻ പറഞ്ഞു, എന്നാല് ആരാണ് അംഗരാജാവ് തന്നെ അമ്പെയ്ത് സ്വയംവരത്തിൽ പങ്കെടുത്തോട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് പാഞ്ചാലിക്ക് വെപ്രാളമായത് അല്ലെ. കാരണം എന്താ? ദ്രൗപദിക്ക് അറിയാം, ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ കണ്ണില് അമ്പ് കൊള്ളിക്കാൻ 2 പേർക്കേ സാധിക്കൂ. ഒന്ന് അർജുനൻ, വേറൊന്നാരാണ്? കർണൻ. അർജുനൻ എത്തിയിട്ടും ഇല്ല. കർണൻ എന്താണ്? മത്സരത്തിൽ പങ്കെടുത്താൽ എന്ത് ചെയ്യും? കർണന്റെ പത്നിയായിട്ട് മാറേണ്ടി വരും. പക്ഷെ ദ്രൗപദി ആഗ്രഹം എന്താണ്? അർജുനനെ വിവാഹം കഴിക്കണം അല്ലെ. അപ്പൊ അങ്ങനെ വന്നപ്പോ അവസാനം ദ്രൗപദി തന്നെ പറഞ്ഞു, നേരിട്ട് തന്നെ പറഞ്ഞു, ഒരു സൂതപുത്രനെ വിവാഹം കഴിക്കാൻ എനിക്ക് സാധ്യമല്ല എന്ന് പറയുകയും അങ്ങനെ എന്താണ്? അപ്പൊ എന്തൊരു അപമാനമായിരുന്നിരിക്കും അല്ലെ. ശരിക്കൊരു രാജകുമാരനാണല്ലേ, എന്നിട്ട് അപമാനം, അത്രയ്ക്ക് വലിയ അപമാനം, ഇത്രയും രാജാക്കന്മാരുടെ മുന്നിൽ വെച്ച്, അത് അമ്പ് തൊടുത്തില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ദ്രൗപദി ഇങ്ങനെ പറയുന്നത്. അപ്പൊ അതൊക്കെ നോക്കുമ്പോ കർണൻ ഒരു എന്താണ് സാഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് വരുന്നു അല്ലെ. അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനെ എന്താണ്? അപ്പൊ ആ കാര്യം അങ്ങനെ വരുന്നു. അപ്പൊ ഇവിടെ ആരും എത്തിയിരുന്നു എന്നാണ്? ജയദ്രഥനും അതേപോലെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്നാണ്. അവിടെ വന്നവരെല്ലാം ഭയങ്കര ആഗ്രഹം, സൗന്ദര്യത്തില് എന്താണ് എല്ലാവരും സൗന്ദര്യത്തിൽ വീണുപോയി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ മുതൽ ദ്രൗപദിയുമായ സമ്പർക്കത്തിൽ ഏർപ്പെടാൻ, എന്ന് വെച്ചാൽ എന്താണ്? വിവാഹം കഴിക്കാൻ പറ്റിയില്ല എങ്കിലും ദ്രൗപദിയുമായ സമ്പർക്കത്തിൽ ഏർപ്പെടാൻ ജയദ്രഥൻ ഒരു അവസരം തേടിക്കൊണ്ടേയിരുന്നു. ശല്യദേശത്ത് വിവാഹാർത്ഥം പോകുന്ന വേളയിൽ കാമ്യവനത്തിൽ വെച്ച് അദ്ദേഹം വീണ്ടും ദ്രൗപദിയെ കാണാനിടയാകുകയും വീണ്ടും അവളിൽ അതിയായി ആകർഷിതനാകുകയും ചെയ്തു. ചൂതുകളിയുന്ന രാജ്യം നഷ്ടപ്പെട്ട ഇവിടെ എന്താ കാരണം എന്ന് പറയുന്ന അവിടെ അവസരം എന്താണെന്നാ പറയുന്നത്. ചൂതുകളിയിൽ രാജ്യം നഷ്ടപ്പെട്ട് പാണ്ഡവരും ദ്രൗപദിയും അപ്പോൾ വനവാസത്തിലായിരുന്നു. തന്റെ സഹചരനായ കോടിശഷ്യൻ മുഖേന അവിഹിതമായ മാർഗത്തിലൂടെ ദ്രൗപദിക്ക് സന്ദേശം അയക്കുന്നത് ബുദ്ധിയായിരിക്കുമെന്ന് ജയദ്രഥൻ വിചാരിച്ചു. എന്നുവെച്ചാൽ സാധാരണ ചില സ്ത്രീകൾ എന്താണ് ഇങ്ങനെ ആരെങ്കിലും ഓരോന്നിങ്ങനെ സന്ദേശം കൊടുക്കുമ്പോ അതൊക്കെ ആസ്വദിക്കുന്ന ചിലരുണ്ട് അല്ലെ. അപ്പൊ അക്കൂട്ടത്തിൽ ആരെയും കണ്ടു? ദ്രൗപദിയെയും കണ്ടു ജയദ്രഥൻ എന്നുള്ളതാണ്. ജയദ്രഥന്റെ നിർദ്ദേശത്തെ ഉടൻ തന്നെ ദ്രൗപദി രൂക്ഷമായിട്ട് നിരാകരിച്ചു. എന്നാൽ ദ്രൗപദിയുടെ സൗന്ദര്യത്തിൽ അത്യന്തം ആകർഷിതനാകയാൽ അദ്ദേഹം വീണ്ടും വീണ്ടും യജ്ഞിച്ചുകൊണ്ടേയിരുന്നു. ഓരോ പ്രാവശ്യവും ദ്രൗപദി തിരസ്കരിച്ചു. അവളെ ബലാത്കാരമായ രഥത്തിൽ കയറ്റിക്കൊണ്ടുപോകാൻ പരിശ്രമിച്ച അയാളെ ആദ്യം ദ്രൗപദി ഊക്കോടെ പ്രഹരിക്കുകയും കടപുഴകിയ വൃക്ഷം പോലെ ജയദ്രഥൻ നിലം പതിക്കുകയും ചെയ്തു. എന്നാൽ അധീരനാകാതെ ദ്രൗപദിയെ ബലമായി രഥത്തിൽ കയറ്റിയിരുത്തുന്നതിൽ അദ്ദേഹം വിജയിച്ചു. അപ്പൊ ആരും പാണ്ഡവരൊന്നും അടുത്തില്ലായിരുന്നപ്പോഴാണ് ദ്രൗപദി, ആ സന്ദർഭം നോക്കിയാണ് ദ്രൗപദിയെ പിടിക്കാനായിട്ട് പോയത് അല്ലെ. അപ്പൊ പിടിച്ച് കുതിര പുറത്ത് കയറ്റിക്കൊണ്ട് പോകാനായിട്ട് ശ്രമിച്ചത്, രഥത്തിൽ കയറ്റിക്കൊണ്ട് പോകാനായിട്ട് ശ്രമിച്ചത് എന്ത് ചെയ്തു? ദ്രൗപദി അയാളെ നിലത്ത് തള്ളിയിടുകയും ചെയ്തു. എന്നാൽ വീണ്ടും അദ്ദേഹം എന്ത് ചെയ്തു? ദ്രൗപദിയെ ബലമായി രഥത്തിൽ കയറ്റി. ഈ സംഭവം ദർശിച്ച ധൗമ്യമുനി എന്ന് പറയുന്നത് പാണ്ഡവരുടെ ഉപദേശകനായിരുന്നു. വനത്തിൽ അദ്ദേഹവും ഇവരെ അനുഗമിച്ചിരുന്നു എന്നാണ്. ഭീഷ്മരുടെ നിർദ്ദേശം അനുസരിച്ച് ധൗമ്യമുനി പാണ്ഡവരുടെ വനത്തിലും എന്ത് ചെയ്തു? ഉപദേശങ്ങളൊക്കെ നൽകാനായിട്ട് ഉപദേശങ്ങൾ നൽകുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം ഇതാണ് മഹാപണ്ഡിതനും ഒക്കെ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഭീഷ്മരുടെ നിർദ്ദേശം അനുസരിച്ച് ഇവര് വനത്തിലും എന്ത് ചെയ്തു? അവരെ അനുഗമിക്കുകയായിരുന്നു ചെയ്തത്. അപ്പൊ ധൗമ്യമുനി ഇത് കാണുകയും ജയദ്രഥന്റെ പ്രവൃത്തിയെ ശക്തമായി എതിർക്കുകയും ചെയ്തു. അദ്ദേഹം ജയദ്രഥന്റെ രഥത്തെ പിന്തുടരുകയും ധാത്രേയികയിലൂടെ ഇക്കാര്യം എന്ത് ചെയ്തു? യുധിഷ്ഠിര മഹാരാജാവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. മെസ്സഞ്ചേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ അറിയിക്കുകയും ചെയ്തു. അനന്തരം പാണ്ഡവർ ജയദ്രഥന്റെ പടയാളികളെ ആക്രമിക്കുകയും അവരെല്ലാവരെയും വധിക്കുകയും ചെയ്തു. അവസാനം ജയദ്രഥൻ എവിടെ പോകാനിരുന്ന, എവിടോട്ട് പോകുന്ന വഴിയിലായിരുന്നു? ശല്യദേശത്തോട്ടല്ലേ, വിവാഹാർത്ഥം പോകുന്ന സമയത്തായിരുന്നു.
അപ്പൊ എന്തായത് അവസാനം അയാള് അയാളുടെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം വധിക്കുകയും ചെയ്തു എന്നാണ്. ജയദ്രഥൻ വധിക്കപ്പെട്ടില്ല. അവസാനം ഭീമസേനൻ ജയദ്രഥനെ പിടികൂടി കഠിനമായി പ്രഹരിച്ച് മരണാസന്നനാക്കി. എന്നിട്ട് അദ്ദേഹത്തിന്റെ ശിരസിൽ നിന്നും 5 മുടി ഒഴികെ ബാക്കിയെല്ലാം മുറിച്ചു കളഞ്ഞ് എല്ലാ രാജാക്കന്മാരുടെയും സമക്ഷം കൊണ്ടുവരികയും മഹാരാജാ യുധിഷ്ഠിരന്റെ അടിമയാണെന്ന് പരിചയപ്പെടുത്തുകയും ചെയ്തു എന്നാണ്. അപ്പൊ മുടി കളയുന്നത് വലിയൊരു ശിക്ഷയായിട്ടാണ്, മുടി വടിച്ചു കളയുന്നത് വലിയൊരു ശിക്ഷയായിട്ട് രാജാക്കന്മാർ കണ്ടു. കാരണം എന്താണ്, പണ്ടത്തുള്ള രാജാക്കന്മാരൊക്കെ നന്നായിട്ട് മുടി വളർത്തുന്നവരാണ് അല്ലേ. അപ്പൊ അത് അവരുടെ ഒരു സിമ്പലും കൂടെ ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. അപ്പൊ മുടി അതേപോലെ തന്നെ നേരത്തെ ഇതേപോലെ മുടി കളഞ്ഞിട്ടുണ്ട്. ആരാണ്? രുക്മിണിയുടെ മുടി കളഞ്ഞിട്ടുണ്ട് അല്ലേ. നമ്മൾ ഓർക്കുന്നു, രുക്മിണിയെ തട്ടിക്കൊണ്ടുവന്നപ്പോൾ രുക്മിണി തടയാൻ വന്നപ്പോൾ പണിഷ്മെന്റ് കൊടുത്ത എന്താണ്, കൊല്ലരുത് എന്ന് രുക്മിണി ആവശ്യപ്പെട്ടപ്പോൾ രുക്മിണിയെ കൊല്ലരുത് എന്ന് ആവശ്യപ്പെട്ട സഹോദരനല്ലേ. അപ്പൊ എന്താ പണിഷ്മെന്റ് കൊടുത്തത്? മുടിയെല്ലാം ഇങ്ങനെ കളയുകയായിരുന്നു ചെയ്തത്, അമ്പെയ്തിട്ട്. അപ്പൊ അത് ക്ഷത്രിയർക്ക് ഒരു നാണക്കേടായിട്ടുള്ള, പ്രത്യേകം രാജാക്കന്മാർക്കൊക്കെ നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണ് ഇവിടെയും എന്ത് ചെയ്തത്, യുധിഷ്ഠിരന്റെ അടിമയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാണ്. സമസ്ത രാജവംശജരുടെയും മുന്നിൽ മഹാരാജാവ് യുധിഷ്ഠിരന്റെ അടിമയാണ് താനെന്ന് സമ്മതിക്കുവാൻ അദ്ദേഹം നിർബന്ധിതനായി. അപ്പൊ അങ്ങേയറ്റത്തെ പരിഹാസമായിട്ടുള്ള ഒരു അവസരമായിരുന്നു അത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തികൾ പാഞ്ചാലിയെ ബലാത്കാരമായിട്ട് പിടിച്ചു കൊണ്ടുപോകാനായിട്ട് ഇവിടെ ഇതാണ് വലിയ വലിയ യുദ്ധവീരന്മാരാണ് 5 പേരും അല്ലെ. അപ്പൊ അവരുടെ ഭാര്യയാണ് അപഹരിക്കാൻ നോക്കുന്നത്. അപ്പൊ അത്രയ്ക്കൊരു വിദ്യയും കൂടെ ആണെന്നപ്പോ നമുക്ക് മനസ്സിലാക്കാം. ഹരേ കൃഷ്ണ. അത് മാത്രവുമല്ല, അതേ അവസ്ഥയിൽ തന്നെ മഹാരാജാവ് യുധിഷ്ഠിരന്റെ സമീക്ഷ അദ്ദേഹം ആനയിക്കപ്പെട്ട് യുധിഷ്ഠിര മഹാരാജാവ് അത്യന്തം ദയാലുവാകയാൽ അദ്ദേഹത്തെ സ്വതന്ത്രനാക്കാൻ ആജ്ഞ നൽകി. മഹാരാജാവ് യുധിഷ്ഠിരന്റെ കീഴിൽ സാമന്ത രാജാവായിരിക്കുവാൻ അദ്ദേഹം സമ്മതിക്കുകയാൽ ജയദ്രഥന്റെ മോചനം രാജ്ഞിയായ ദ്രൗപദിയും ആഗ്രഹിച്ചു. സാമന്തൻ എന്ന് പറയുന്ന എന്താണ്, കീഴിൽ വരുന്ന രാജാക്കന്മാരെയാണ് സാമന്തൻ. ഇപ്പൊ ചക്രവർത്തിയുടെ കീഴിലുള്ള രാജാക്കന്മാര് ചക്രവർത്തിയുടെ മേൽക്കോയ്മ അംഗീകരിച്ച് ചക്രവർത്തിയുടെ ഹിതം അനുസരിച്ച് പ്രവർത്തിക്കുകയും പിന്നെ ഏതാണ് ധനം, ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ നൽകുകയും ആവശ്യത്തിന് പടയാളികളെ നൽകുകയും അങ്ങനെ ചക്രവർത്തി പറയുന്നത് എന്തും അനുസരിച്ച് കഴിയുന്ന ആളാണ് സാമന്തൻ എന്ന് പറയുന്നത്. അത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു രീതിയായിരുന്നു അത്. അപ്പൊ അങ്ങനെ സമ്മതിച്ചപ്പോ ജയദ്രഥനെ വിടാനായിട്ട് രാജ്ഞിയായ ദ്രൗപദിയും സമ്മതിച്ചു. ഈ സംഭവത്തിന് ശേഷം അദ്ദേഹത്തെ സ്വരാജ്യത്തേക്ക് മടങ്ങി പോകാൻ അനുവദിച്ചു. ഏതാ സ്വരാജ്യം? ജയദ്രഥന്റെ സ്വരാജ്യം ഏതാണ്? സ്വരാജ്യം ഏതാണ്? മറന്നോ? സിന്ധുദേശം, സിന്ധ് അല്ലെ. ഇപ്പൊ പാകിസ്ഥാനായിട്ടുള്ള സിന്ധു രാജ്യമാണ്. ഹരേ കൃഷ്ണ. അപ്രകാരം അപമാനിതനായ അദ്ദേഹം ഹിമാലയത്തിലെ ഗംഗോത്രിയിൽ ചെന്ന് മഹാദേവനെ പ്രസാദിപ്പിക്കാൻ കഠിന തപസ് അനുഷ്ഠിച്ചു. അപ്പൊ എന്താണ്, കൂടുതൽ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങാനായിട്ട് കുറഞ്ഞത് ഒരു സമയം ഒരാളെയെങ്കിലും എന്ന വിധത്തിൽ എല്ലാ പാണ്ഡവരെയും പരാജയപ്പെടുത്താനുള്ള വരം അദ്ദേഹം ആവശ്യപ്പെട്ടു. അപ്പൊ എല്ലാവരെയും ഒരുമിച്ച് പരാജയപ്പെടുത്താൻ പറ്റില്ല എന്നറിയാം. അപ്പൊ എന്താണ്, ഓരോരുത്തരെയായിട്ട് പരാജയപ്പെടുത്താനുള്ള വരം. അനന്തരം കുരുക്ഷേത്ര യുദ്ധം ആരംഭിച്ചപ്പോൾ അദ്ദേഹം ദുര്യോധന പക്ഷത്ത് ചേർന്ന് യുദ്ധത്തിന്റെ ആദ്യ ദിനത്തിൽ മഹാരാജാവ് ദ്രുപദനോടും പിന്നീട് വിരാട് രാജാവിനോടും പിന്നെ അഭിമന്യുവിനോടും ഏറ്റുമുട്ടി. അപ്പൊ ഇദ്ദേഹം ഒരു വലിയ യുദ്ധവീരനാണെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അല്ലെ. ദ്രുപദൻ ആരുടെ? ദ്രോണരുടെ പഠിതാവാണ് അല്ലെ. അപ്പൊ എല്ലാ ആയോജന വിദ്യകളും പഠിച്ച ആളാണ് ദ്രുപദൻ. അപ്പൊ അദ്ദേഹത്തെ ബ്രഹ്മാസ്ത്രം വരെ അത് അറിയാവുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിനോടാണ് ആദ്യത്തെ ദിവസം എതിർത്ത്. പിന്നെ വിരാട് രാജാവ്, അദ്ദേഹവും യുദ്ധവീരനാണ്. പിന്നീട് അഭിമന്യു, എല്ലാ അമ്മാവന്മാരെല്ലാം യുദ്ധമുറകളും പഠിപ്പിച്ചു കൊടുത്ത അഭിമന്യുവിനോടും അദ്ദേഹം എന്ത് ചെയ്തു? യുദ്ധം ചെയ്തു എന്നാണ്. അഭിമന്യു പ്രബലരായ 7 സേനാ നായകന്മാരാൽ വളയപ്പെട്ട് നിഷ്കരുണം വധിക്കപ്പെടുന്ന നേരം പാണ്ഡവർ അഭിമന്യുവിനെ സഹായിക്കാനായി വന്നെത്തിയെങ്കിലും
ശിവന്റെ വരപ്രസാദം സിദ്ധിച്ച ജയദ്രഥൻ അവരെ അതിവിദഗ്ധമായിട്ട് അകറ്റി നിർത്തി. അപ്പൊ ഇവരുടെ അസാന്നിധ്യത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഏതിലാണ് പ്രവേശിക്കുന്നത് അഭിമന്യു? ചക്രവ്യൂഹത്തില്. ചക്രവ്യൂഹത്തിൽ. അപ്പൊ എന്താണ് ഇത് കേറാനായിട്ട് മനസ്സിലായ കഥ എങ്ങനെയാണ്? അപ്പൊ അതെന്താണ് കഥയിലൂടെ അല്ലെ? അപ്പൊ അർജുനൻ പറഞ്ഞു കൊടുത്ത കഥയെല്ലാം സുഭദ്ര കേട്ടു അല്ലെ? എന്നിട്ട് സുഭദ്ര എന്ത് ചെയ്തു? ഇരുന്നുറങ്ങിപ്പോയി അല്ലെ? അപ്പൊ എന്താണ് ബാക്കി, അപ്പൊ കുഞ്ഞു ഉറങ്ങി അല്ലെ? അപ്പൊ ബാക്കി മുഴുവൻ കേൾക്കാനായിട്ട് ആർക്കും സാധിച്ചില്ല. അഭിമന്യുവിന് സാധിച്ചില്ല അല്ലെ? ഗർഭത്തിലായിരുന്നപ്പോ കേട്ടതാണ്. അപ്പൊ അതുകൊണ്ട് അർജുനന്റെ എല്ലാ അഭാവത്തില് എന്ത് ചെയ്തു? അഭിമന്യു ചക്രവ്യൂഹത്തിൽ കയറാനായിട്ട് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ കയറി, പക്ഷെ ചക്രവ്യൂഹത്തിന് അങ്ങനെ എന്താ കേറി, പക്ഷെ ഇറങ്ങാൻ അറിയില്ല. അപ്പൊ എന്താണ് ചതിച്ചിട്ടാണ്. ആയുധമില്ലാത്ത ആളോട് യുദ്ധം ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ ഏത് ആയുധം ശത്രു ഉപയോഗിക്കുന്നു അതേ ആയുധം മാത്രമേ ആരുപയോഗിക്കാവൂ, എതിർക്കുന്ന ആൾ ഉപയോഗിക്കാവൂ. അതേപോലെ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാവൂ, കൂട്ടമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ധർമ്മയുദ്ധത്തിൽ അങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട്. പക്ഷെ അഭിമന്യു വലിയ ഒരു യുദ്ധവീരനായത് കാരണം എന്ത് ചെയ്തു? പല കൗരവന്മാരെയും പുത്രന്മാരെയും ഒക്കെ വധിച്ച ആളാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് യുദ്ധത്തിൽ മുന്നേറാൻ പറ്റൂ എന്ന് മനസ്സിലാക്കിയ കൗരവരാണ് ഇതാണ് തന്ത്രത്തിൽ പാണ്ഡവരെ എല്ലാം അകറ്റിയിട്ട് എന്ത് ചെയ്തത്? ഈ ചക്രവ്യൂഹം ഉണ്ടാക്കുകയും അതില് അഭിമന്യുവിനെ ആരും കാണില്ല എന്നൊക്കെയുള്ള ഇതിലായിരുന്നു അഭിമന്യുവിനെ കയറ്റിയതും അഭിമന്യു കയറാൻ ഇടയായതും. പക്ഷെ എന്താണ്, ഇവർ തിരിച്ചു വന്ന് ഇവരെ സഹായിക്കാനായിട്ട് നോക്കിയപ്പോൾ അവർക്കൊന്നും അതിനകത്ത് കയറാനായിട്ട് പറ്റുന്നില്ല. അത് ജയദ്രഥന് കിട്ടിയ വരത്തിന്റെ ഫലമായിട്ടാണ്. നമ്മൾ സീരിയലിലും കണ്ടിട്ടുണ്ട് അല്ലെ? ഓരോ വാതിലുകളും കയറി പോകുമ്പോൾ അതൊക്കെ അടയും. അപ്പൊ അതിനെ തുറന്ന് തിരിച്ചു വരാനായിട്ട് അഭിമന്യുവിന് സാധിച്ചില്ല. അപ്പൊ അത് ജയദ്രഥന്റെ ഒരു പണിയായിരുന്നു അല്ലെ? അതുകൊണ്ടാണ് അർജുനൻ ജയദ്രഥനെ വധിക്കുമെന്ന് ശപഥം ചെയ്തത് അല്ലെ? ഇത് ശ്രവിച്ച ജയദ്രഥൻ യുദ്ധഭൂമി ഉപേക്ഷിച്ച് പലായനം ചെയ്യാനായിട്ട് തീരുമാനിച്ച് കൗരവരോട് അനുവാദം ആരാഞ്ഞുവെങ്കിലും യുദ്ധത്തില് ആരുടെ നേതൃത്വമാണ്? അപ്പൊ അവിടെ ദുര്യോധനനാണ് ധൃതരാഷ്ട്രർക്ക് പകരം രാജാവിന്റെ സ്ഥാനത്ത് നിന്നാണ് യുദ്ധഭൂമിയിൽ നിൽക്കുന്നത്. അപ്പൊ ദുര്യോധനന്റെ പെർമിഷൻ വേണം പോകണമെങ്കിൽ. അപ്പൊ എന്ത് ചെയ്തു? ഒരു ഭീരുവിനെ പോലെ യുദ്ധഭൂമിയിൽ നിന്ന് ഓടി വിളിക്കാൻ അവർ അദ്ദേഹത്തെ അനുവദിച്ചില്ല. പകരം എന്ത് ചെയ്തു? അർജുനനുമായി യുദ്ധത്തിൽ ഏർപ്പെടാൻ അദ്ദേഹം നിർബന്ധിതനായി. യുദ്ധം പുരോഗമിക്കവേ ജയദ്രഥന്റെ ശിരസ് നിലത്ത് പതിയാൻ ആര് കാരണക്കാരനാകുമോ അയാൾ തൽക്ഷണം മരിക്കുമെന്ന വരപ്രസാദം ജയദ്രഥൻ ശിവനിൽ നിന്നും പ്രാപ്തമാക്കിയ വൃത്താന്തം ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനെ ഓർമ്മിപ്പിച്ചു. അപ്പൊ അർജുനനുമായിട്ട് യുദ്ധം നമ്മൾ അതിൽ കാണുന്നവര് വ്യത്യസ്തതയായിട്ടാണ് വരുന്നത്, ഒളിച്ചിരിക്കുന്നതും അല്ലെ? അതാണ് കാണുന്നത്. പക്ഷെ ഇതില് ചില പ്രഭുപാദർ എഴുതിയിരിക്കുന്ന അങ്ങനെയല്ല. അപ്പൊ എന്ത് ചെയ്തു? അപ്പൊ അർജുനൻ ഇദ്ദേഹത്തെ വധിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ഇയാളുടെ ശിരസ്, ഇയാളെ വധിക്കുന്ന ശിരസ് വെട്ടി മാറ്റുന്നത് ആരാണ് ആ ആളെന്റെയും പല കഷ്ണങ്ങളായിട്ട് ചിന്നിച്ചിതറി പോകും എന്നുള്ള ഒരു വരമാണ് ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തു? ആകയാൽ സമന്ത പഞ്ചകം എന്ന പുണ്യസ്ഥലത്ത് തപസ് അനുഷ്ഠിക്കുന്ന ജയദ്രഥന്റെ പിതാവ്, അദ്ദേഹത്തിന്റെ പേരെന്താണ്? വൃതാക്ഷത്രൻ എന്നാണ് പേര്. ക്ഷത്രിയൻ എന്നുള്ള വൃതാക്ഷത്രൻ എന്നാണ് ജയദ്രഥന്റെ പിതാവിന്റെ പേര്. ആ പിതാവിന്റെ മടിയിൽ നേരിട്ട് ജയദ്രഥന്റെ ശിരസ് പതിപ്പിക്കുവാൻ അർജുനന് ഉപദേശിക്കുകയുണ്ടായി അല്ലെ? എന്നിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം എന്ത് ചെയ്തു? തന്റെ മടിയിൽ ഈ ശിരസ് വന്ന് വീണപ്പോ എന്ത് ചെയ്തു? അദ്ദേഹം ഉടൻ തന്നെ ആ ശിരസിനെ എടുത്ത് താഴെ തള്ളിയിട്ട് അല്ലെ? എടുത്തെറിഞ്ഞു അല്ലെ? കാരണം എന്താ? അദ്ദേഹത്തിന് അറിയാം ഈ ശാപം അല്ലെ? ഇങ്ങനെ ഒരു വരം കിട്ടിയിട്ടുണ്ടെന്നുള്ള അതറിയാം. അപ്പൊ അദ്ദേഹത്തിന്റെ മടിയിൽ ആരുടെ ഇതാണ് വീഴുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം അപ്പൊ തന്നെ ചിന്നിച്ചിതറി പോകും, അതറിയാം. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ഉടനെ തന്നെ അതിനെ എടുത്ത് അത്ഭുത സ്തബ്ധനായി തീരുകയും ഉടൻ തന്നെ അതെടുത്ത് അത് നിലത്തെറിയുകയും ചെയ്തു. പക്ഷെ അദ്ദേഹമാണ് അപ്പൊ അതെടുത്ത് എറിഞ്ഞതല്ലേ?
അപ്പൊ എന്താണ്, എറിഞ്ഞ ആളിന്റെ ശിരസാണ് 7 ഖണ്ഡങ്ങളായി കഷ്ണങ്ങളായി പൊട്ടിത്തെറിച്ച് ജയദ്രഥന്റെ പിതാവ് തൽക്ഷണം മരണമടഞ്ഞു. അപ്പൊ വൃദ്ധാക്ഷത്രൻ അങ്ങനെ മരണമടഞ്ഞു. അയാൾ വലിയ തപസ്യായിരുന്നു അല്ലെ, ധ്യാനത്തിലിരുന്ന ആളായിരുന്നു. പക്ഷെ എന്റെ സ്വന്തം മകന്റെ ശിരസ് വന്ന് വീണപ്പോ അദ്ദേഹം അതെന്ത് ചെയ്ത് പെട്ടെന്ന് തന്നെ എടുത്ത് താഴോട്ടിട്ടു. അത് അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമാവുകയും ചെയ്തു. ഹരേ കൃഷ്ണ. വാഞ്ചകൽപതരൂപശ്ച കൃപാ സിന്ധുഭ്യേവ പതിദാന പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ ഭക്തവൃന്ദ